എല്ലാവർക്കും സ്വാഗതം. മാമച്ചായൻ്റെയും ഗ്രേസമ്മേൻ്റെയും ബോഡി ചെക്കപ്പ് എല്ലാം കഴിഞ്ഞതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാമച്ചായനാണെങ്കിൽ എല്ലാം കൂടുതലാണ്, പ്രഷറും ഷുഗറും കൊളസ്ട്രോളും എല്ലാം കൂടുതലാണ്. ഗ്രേസമ്മയ്ക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ മാമച്ചായന് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മാമച്ചായനാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു രേവതിക്കുട്ടിനോട്, നീ പറയുന്നത് അനുസരിച്ചല്ലേ ജീവിക്കുന്നത്, നീ പറയുന്ന പോലെ നടക്കാൻ പോകുന്നുണ്ട്, അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ നീ തരുന്നതല്ലേ കഴിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി പറയും, എന്നെ കാണാതെ വണ്ടിക്കകത്തിരുന്നു, അതുപോലെ തന്നെ ക്ലബ്ബിൽ പോയി കട്ട് കഴിക്കുന്നതോ എന്ന് വെച്ച് ഭയങ്കരമായിട്ട് ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോഴാണ് കേട്ടോ അലീനെ വിളിക്കുന്നത്. രണ്ടുപേരും തല താഴ്ത്തിക്കൊണ്ടാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ അലീനെ വിളിക്കുന്നത് കാണുമ്പോൾ തന്നെ രേവതിക്കുട്ടി പറയുന്നുണ്ട്, അലീന ചേച്ചിയാണ് വിളിക്കുന്നത്. അപ്പോൾ അലീന ചേച്ചിനോട് സംസാരിച്ച് കഴിഞ്ഞ് ഞാൻ തിരികെ വരുമ്പോൾ ഇതിൻ്റെ ബാക്കി തരാം എന്ന് പറഞ്ഞിട്ട് രേവതിക്കുട്ടി അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാമച്ചായനാണെങ്കിൽ രേവതിക്കുട്ടി എവിടേക്ക് പോകുന്ന സമയത്ത് കിടക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് പോകാൻ നിൽക്കി. അപ്പോൾ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട് എവിടെ പോവുകയാണെന്ന്. അപ്പോൾ അവൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ കണ്ടില്ലെങ്കിൽ വീണ്ടും പ്രശ്നമാവും എന്ന് പറയുമ്പോൾ മാമച്ചായൻ പറയുകയാണ്, അലീനയല്ലേ വിളിക്കുന്നത്. അപ്പോൾ അവൾക്ക് ഇവിടുത്തെ കുറ്റവും അതുപോലെ തന്നെ അലീനയ്ക്ക് അവിടുത്തെ കുറ്റമൊക്കെ പറഞ്ഞ് കുറച്ച് സമയം എടുക്കും, അത് കഴിയുമ്പോഴേക്കും ഞാൻ തിരികെ വന്നാൽ പോരെ എന്നാണ് കേട്ടോ മാമച്ചായൻ ചോദിക്കുന്നത്. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, അവൾ എന്നാ കുറ്റാ പറയുന്നത്, അവളുള്ള കാര്യം തന്നെയല്ലേ പറയുന്നതെന്ന് പറയും. അപ്പോൾ നിൻ്റെ പ്രശ്നം ഇപ്പോൾ ഞാനിവിടെ ഇരുന്നാൽ തീരുമോ എന്ന് ചോദിക്കും കേട്ടോ മാമച്ചായൻ. എന്നിട്ട് പിന്നെ അവിടെ സോഫയിൽ തന്നെ ഇരിക്കുകയാണ്. എന്നിങ്ങനെ രേവതിക്കുട്ടിയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അലീനെ വിളിക്കുമ്പോൾ. എന്നിട്ട് അലീനയോട് വിശേഷങ്ങൾ ചോദിക്കുന്നു, അവിടുത്തെ കാര്യമൊക്കെ എന്തായി എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, ഞാനിവിടുന്ന് പോവല്ലാതെ വേറെ രക്ഷയില്ല എന്നാണ് തോന്നുന്നത്. വൈജയന്തി പിടിച്ച പിടിയാലെ നിൽക്കുകയാണല്ലോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ടായിരുന്നു, ചേച്ചിയുടെ അമ്മയ്ക്ക് ആരും ഇങ്ങനെ സമാധാനത്തോടെയും സ്നേഹത്തോടെയും കഴിയുന്നതൊന്നും ഇഷ്ടമല്ല എന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് പിന്നീട് ഇങ്ങനെ രേവതിക്കുട്ടീനോട് ഇവിടുത്തെ വിശേഷങ്ങൾ ചോദിക്കും. അപ്പോഴാണ് പറയുന്നത്, മാമച്ചായൻ്റെയും ഗ്രേസമ്മയുടെയും അതുപോലെ തന്നെ ബോഡി ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് റിസൾട്ട് കിട്ടി, ഞാൻ അവരെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ അലീനയോടും പറയുന്നുണ്ട്. അപ്പോൾ നീയല്ലേ അവരെ നിർത്തി പൊരിക്കുകയായിരിക്കില്ലോ ചെയ്യുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ, ഞാൻ കാര്യങ്ങൾ പറയുകയല്ലേ ചെയ്യുന്നത്, അവരെ പറഞ്ഞ് മനസ്സിലാക്കി, അത്രേ എൻ്റെ ഉദ്ദേശമുള്ളൂ എന്ന് പറയുമ്പോൾ അലീനയ്ക്ക് രേവതിക്കുട്ടിയുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് തന്നെ അവളെ കളിയാക്കിക്കൊണ്ട് ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ അവരെ എരുതിയിലിട്ട് കാണില്ല എന്നേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് പിന്നീട് പിന്നെന്താ വിശേഷം എന്ന് ചോദിക്കുമ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഞങ്ങൾ ഇന്ന് ഷെറിൻ ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്, അതും ടോണി ചായൻ്റെ കൂടെയാണ് പോകുന്നതെന്ന് പറയും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ടോണിയായിട്ട് എങ്ങനെയാണ് അങ്ങനെ അടുപ്പത്തിലായത് എന്ന് ചോദിക്കുമ്പോൾ, ഒരു ദിവസം പുള്ളിക്കാരൻ ഇവിടെ ഇങ്ങനെ കള്ള് കുടിച്ച് വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു, പിന്നീട് അത് ഇങ്ങനെ കള്ളിൻ്റെ കെട്ടിറങ്ങിയ സമയത്ത് പുള്ളിക്ക് ഇങ്ങനെ പശ്ചാത്താപമായി ഇവിടെ വന്ന് അങ്കിളിനോടും ആൻറ്റീനോടൊക്കെ സോറി ചോദിച്ചു എന്നൊക്കെ പറയുകയാണ്. അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതേതായാലും കൊള്ളാലോ എന്ന് അതുപോലെ തന്നെ അലീനയും പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കോള് കട്ട് ചെയ്യും. അത് കഴിഞ്ഞ് രേവതിക്കുട്ടി അകത്തേക്ക് ചെല്ലുന്ന സമയത്ത് ഗ്രേസമ്മയും മാമച്ചായനും സോഫയിൽ ഇരിക്കുകയാണ് കേട്ടോ. ഗ്രേസമ്മയുടെ തോളിൽ തല വെച്ചിട്ട് മാമച്ചായൻ ഉറങ്ങിയിട്ടുണ്ടാവേ. അപ്പോൾ അത് കാണുമ്പോഴാണെങ്കിൽ രേവതിക്കുട്ടിക്ക് ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഗ്രേസമ്മയാണെങ്കിലും രേവതിക്കുട്ടീനെ കൈകൊണ്ട് ഇങ്ങനെ മാടി വിളിക്കുക. അപ്പോൾ രേവതിക്കുട്ടി അവിടെ ഗ്രേസമ്മേനെ ചെന്ന് കെട്ടിപ്പിടിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ടോണി വരുന്നുണ്ടായിരുന്നു കേട്ടോ അവർക്ക് പോകാൻ വേണ്ടിയിട്ട്. ടോണി വന്ന് കോളിംഗ് ബെല്ല് അടിക്കുമ്പോൾ രേവതിക്കുട്ടിയാണ് ചെന്ന് ഡോറ് തുറക്കുന്നത്. അപ്പോൾ ടോണി ചായൻ കുറേ സമയമായി വന്നിട്ട് നോക്കുമ്പോൾ, ഇല്ല ഞാൻ ജസ്റ്റ് വന്ന് കയറിയതേ ഉള്ളൂ എന്ന് പറയും ടോണി. അപ്പോൾ എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ എന്ന് പറയുമ്പോൾ, ഒരു ചായയൊക്കെ കുടിക്കാന്ന് അകത്തേക്ക് വാ എന്ന് പറയുമ്പോൾ വേണ്ടാന്ന് പറയും കേട്ടോ. അപ്പോൾ ചായയൊക്കെ കുടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ സമയം പോകുമെന്നാണ് ടോണി പറയുന്നത്. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ടായിരുന്നു, അതിന് അങ്കിള് വേണ്ടി ഒരുങ്ങി ഇറങ്ങിയിട്ട് വേണ്ടേ, അതുവരെ ചായ കുടിച്ചിരിക്കാമെന്ന് പറയേ, ഇനി ഞാൻ ഭീഷണിപ്പെടുത്തണോ എന്നും കൂടെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ രേവതിക്കുട്ടി. അപ്പോൾ വേണ്ട, ഞാൻ വരാം, ഒരു ചായ കുടിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ടോണി അകത്തേക്ക് ചെല്ലും. ചായയൊക്കെ കുടിച്ചിരിക്കുമ്പോഴാണ് ഗ്രേസമ്മയും മാമച്ചായനും ഒരുങ്ങി ഇറങ്ങി വരുന്നത് കേട്ടോ. എന്നിട്ട് അതുപോലെ തന്നെ അവിടെ ചെന്നിട്ട് എന്താ പ്ലാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ടോണീനോട്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഷെറിനെ കാണണമെന്ന് പറയും. ചിലപ്പോൾ കുറച്ച് വഴക്കൊക്കെ ഉണ്ടായി എന്ന് വരും എന്ന് പറയുമ്പോൾ, നാളെ ഇവിടെ വന്ന് സംസാരിച്ച പോലെയാണ് സംസാരിക്കാൻ പോണത് എന്നിങ്ങനെ രേവതിക്കുട്ടി കളിയാക്കി ചോദിക്കുമ്പോൾ, അത് ഞാനപ്പോൾ കുറച്ചധികം കുടിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പേരിലാണ് ഇവിടെ വന്ന് അങ്ങനെയൊക്കെ സംസാരിച്ചതെന്ന് പറയുമ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, ഇവൾ വെറുതെ ചൊറിയാൻ വേണ്ടി ഓരോന്ന് ചോദിക്കുന്നതാണ്, അതിനൊന്നും മറുപടി പറയാൻ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അവർക്ക് എന്നെ ഷെറിനെ കാണിക്കാതിരിക്കാൻ പറ്റില്ല, അവളിപ്പോഴും എൻ്റെ ഭാര്യ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് പിന്നീട് അവർ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. ഷെറിനെ കാണിക്കുമോ എന്നുള്ളൊരു സംശയമൊക്കെ മാമച്ചായനും ഗ്രേസമ്മയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അവർ പോകാനായിട്ട് ഇറങ്ങുന്നു. ഷെറിൻ്റെ വീട്ടിലെത്തുന്നു. ഷെറിൻ്റെ വീട്ടിലെത്തിയ സമയത്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നില്ല കേട്ടോ മാമച്ചായനും ഗ്രേസമ്മ രേവതിക്കുട്ടിയൊന്നും. അവർക്കും ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ ടോണി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, ഞാൻ ആദ്യം ഇറങ്ങിയിട്ട് അവിടെ ചെന്നിട്ട് എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ എന്നൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വരാം. എന്തായാലും അവർ ചിലപ്പോൾ കലിപ്പിൽ തന്നെ ആയിരിക്കും. ഞാൻ ഒരു വർഷമായില്ലേ ഷെറിനെ ഇവിടെ കൊണ്ടുവിട്ടിട്ട്, എന്തായാലും ഷെറിനെ കാണിക്കാതിരിക്കാൻ അവർക്ക് പറ്റില്ല, അവളിപ്പോഴും എൻ്റെ ഭാര്യ തന്നെയാണല്ലോ
നിയമപരമായിട്ട് ബന്ധം വേർപ്പെടുത്തിയിട്ടൊന്നുമില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ട് നിങ്ങളെ വിളിക്കാം, നിങ്ങളെൻ്റെ ബന്ധുക്കളാണെന്ന് ഞാൻ അവരോട് പറയത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും അതിൻ്റെ കൂടെ അങ്ങ് നിന്നാൽ മതി എന്നൊക്കെയാണ് ടോണി അവരോട് പറയുന്നത്. അങ്ങനെ പിന്നെ ടോണി ഇറങ്ങുന്നുണ്ടായിരുന്നേ. ടോണി ഇറങ്ങുന്ന സമയത്ത് ഒരു ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ രേവതിക്കുട്ടി. അങ്ങനെ പിന്നെ അവർ അവിടെ നിന്ന് ഇറങ്ങുന്ന അതുപോലെ തന്നെ മാമച്ചായൻ ടോണീനോട് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളൊരു ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവർ തിരിച്ചറിയുകയും ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ ജിജോയുടെ ഇതുകൊണ്ടാണ് ഷെറിന് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെയാണ് അവർ ഞങ്ങളെ കുറ്റപ്പെടുത്തിയതെന്ന് പറയുമ്പോൾ, അപ്പോൾ ഞാൻ മാത്രമല്ലല്ലേ അങ്ങനെ പറഞ്ഞത് എന്നും പറയുന്നുണ്ടായിരുന്നു കേട്ടോ ടോണി. അങ്ങനെയാണ് പിന്നീട് ടോണി അവിടെ ചെന്നിട്ട് കോളിംഗ് ബെല്ല് അടിക്കുമ്പോൾ റോബിച്ചനാണ് കേട്ടോ വന്നിട്ട് ഡോറ് തുറക്കുന്നത്. അപ്പോൾ ടോണീനെ കാണുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട് എന്തിനാണ് വന്നതെന്ന്. അപ്പോൾ ഷെറിനെ കാണണമെന്ന് പറയും. അപ്പോൾ എന്തിനാ ഇപ്പോൾ അവളെ കാണുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു വർഷമായല്ലോ അവളെവിടെ കൊണ്ടുവിട്ടിട്ട് പോയത്, ഇപ്പോഴാണോ നിനക്ക് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ തോന്നിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ടോണി പറയുന്നുണ്ട് എൻ്റെ ഭാര്യയാണ് ഇപ്പോഴും അവളെ കാണണ്ടെന്ന് പറയാനുള്ളതൊന്നും നിങ്ങൾക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആൻസി അപ്പോഴേക്കും വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, എന്തിനാ ടോണിച്ച വെറുതെ വാശി പിടിക്കുന്നത്, കാണേണ്ടവർ കണ്ടിട്ട് പോകട്ടെ എന്നാട്ടോ പറയുന്നത്. അപ്പോഴാണ് അതുപോലെ തന്നെ ടോണി പറയുന്നുണ്ട് ഷെറിനെ കണ്ടിട്ടേ പോവുള്ളൂ, എനിക്ക് അവളുടെ അവസ്ഥ എന്താണെന്ന് അറിയണമെന്ന്. അപ്പോൾ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല രസമാണല്ലോ എന്നാണ് കേട്ടോ ആ സമയത്ത് റോബിച്ചൻ അങ്ങനെ ടോണീനോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അവളെ കാണിക്കില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ സ്റ്റേഷനിൽ കയറിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്, അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയും കേട്ടോ. അപ്പോൾ പോലീസിനെയൊക്കെ ഞങ്ങൾ കുറേ കണ്ടതാണ് എന്ന് റോബിച്ചൻ പറയുന്ന സമയത്ത്, പോലീസിനെ മാത്രമല്ല വിളിക്കാൻ പോകുന്നത്, പഞ്ചായത്ത് മെമ്പറെ അതുപോലെ തന്നെ പ്രസിഡൻറ്റിനെയൊക്കെ വിളിക്കുമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഒളിപ്പിച്ച് വെച്ച കുറച്ച് കഥകളുണ്ടല്ലോ അതും കൂടെ അവരറിയട്ടെ എന്ന് പറയുമ്പോൾ, വേണ്ട നിനക്കിപ്പോൾ അവളെ കണ്ടാൽ പോരെ, എന്നാൽ കണ്ടിട്ട് കാണാമെന്ന് പറഞ്ഞിട്ട് സമ്മതിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ടോണീനെ വിളിച്ചുകൊണ്ട് ആൻസി പോവും, ഷെറിനെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും റോബിച്ചൻ ആൽബിച്ചനെ അതുപോലെ തന്നെ ഇച്ചായനെയൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ടായിരുന്നേ. ആൽബിച്ചനെ വിളിച്ചിട്ട് ടോണി വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആൻസി ചെന്നിട്ട് ഡോറ് പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ്. അപ്പം ടോണി ചോദിക്കുന്നുണ്ട് എന്തിനാ ഡോറ് പുറത്തുനിന്ന് പൂട്ടിയിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ആരും കാണാതെ ഇറങ്ങിപ്പോവും, പിന്നീട് റോഡിലൂടെ ഒറ്റ നടത്താണ്, അതുകൊണ്ടാണ് ഡോറ് പൂട്ടിയിരിക്കുന്നതെന്ന് പറയും കേട്ടോ. അപ്പോൾ ഷെറിനാണെങ്കിൽ അകത്തുനിന്ന് ഡോറ് ലോക്ക് ചെയ്തിരിക്കുകയാണ്, കുറേ വിളിച്ചിട്ടാണ് കേട്ടോ തുറക്കുന്നത്, ഒരു സർപ്രൈസ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരു കുന്തവും കാണില്ല, എന്നെ വെറുതെ പറ്റിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആൻസി വിളിക്കുന്ന സമയത്ത് തുറന്നിട്ട് അങ്ങ് തിരിഞ്ഞു പോകുന്ന സമയത്താണ് കേട്ടോ ആരോ പിറകിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു സംശയം തോന്നിയിട്ട് വീണ്ടും തിരിഞ്ഞു നോക്കുന്നത്. അപ്പോൾ ടോണീനെ കാണുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. എൻ്റെ ടോണിച്ചനല്ലേ, എന്തിനാ എന്നെ ഇവിടെ ഇട്ടിട്ട് പോയത് എന്നൊക്കെ ചോദിച്ചങ്ങ് കെട്ടിപ്പിടിച്ച് കരയാണ്. അപ്പോൾ ടോണിക്കാണെങ്കിലും ഷെറിനെ ഇങ്ങനെ പിടിക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ, കൈ ഇങ്ങനെ എടുക്കുന്നുണ്ട്, പക്ഷേ ആ കൈ അവിടെ തന്നെ അങ്ങ് താത്തിയിടും കേട്ടോ പിടിക്കാതെ. എന്നിട്ട് ഷെറിനാണെങ്കിലും എന്നെ എന്തിനാണ് ഇവിടെ ഇട്ടിട്ട് പോയത്, ഇവിടെ എല്ലാവരും എനിക്ക് ഭ്രാന്താണെന്ന് പറയുകയാണ്, ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല കേട്ടോ, ടോണിച്ചൻ്റെ കൂടെ വരികയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഓരോന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ചക്കരയല്ലേ പൊന്നല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ദേഷ്യത്തോടെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്തിനാ എന്നെ ഇവിടെ ഇട്ടിട്ട് പോയത്, ഇനി ഞാൻ എന്നെ ഇവിടെ ഇട്ടിട്ട് പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തോടെയും അതുപോലെ തന്നെ ഭയങ്കര സങ്കടത്തോടു കൂടിയൊക്കെയാണ് കേട്ടോ ഓരോന്നും ഇങ്ങനെ പറയുന്നത് ഷെറിനാണെങ്കിലും. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ആൻസിയും ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടോണിക്കും ഭയങ്കര സങ്കടമായിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇവിടെ നിൽക്കത്തില്ല എന്നൊക്കെ തന്നെയാണ് ഇങ്ങനെ ഷെറിൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് പ്രൗഢയായിട്ട് ഒരുങ്ങി ഇറങ്ങി വരുന്നതും കാണിക്കുന്നുണ്ട്. പിന്നീട് വൈജയനെ കാണിക്കുന്നുണ്ട്. അലീന പറയുന്നുണ്ട് വീട്ടിലേക്ക് തിരിച്ചു വരണം, ഞാൻ ഇനിയിപ്പോൾ ഒരു 4-5 ദിവസം മാത്രമേ ആ വീട്ടിൽ കാണത്തുള്ളൂ എന്ന്. അപ്പോൾ ഇത് ഞാൻ കുറേ കേട്ടതാണ്.